കുട്ടിക്കാലം മുതൽ സിനിമാ തിയേറ്ററിലെ ആവേശക്കാഴ്ചകൾ ആദ്യം എൻ്റെ കണ്ണിലും പിന്നെ അതെൻ്റെ മനസ്സിലും ഹൃദയത്തിലും പതിഞ്ഞു. അന്നു മുതൽ സിനിമ എന്നെ വല്ലാതെ മോഹിപ്പിച്ചു തുടങ്ങി. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാംഗ്ലൂരിൽ ഒരു IT കമ്പനിയിൽ ജോലി കിട്ടി. ജോലി എടുത്തു തുടങ്ങിയപ്പോൾ പഴയ ആ സിനിമാ മോഹം വീണ്ടും തലയ്ക്ക് പിടിച്ചു. അങ്ങനെ ജോലി കളഞ്ഞ് ഒരു 3 സിനിമയിൽ സഹസംവിധായകനായി. അതിനുശേഷം ഞാനൊരു സിനിമ സംവിധാനം ചെയ്തു. പക്ഷേ തിയേറ്ററിൽ ആ സിനിമ ഒരു വലിയ ഒരു മരിച്ചാളി പടം. അതങ്ങനെയാണ്. സിനിമ എപ്പോഴും വിജയിക്കുന്നവരുടെ മാത്രം സാമ്രാജ്യമാണ്. വിജയിക്കുന്നവരുടെ മാത്രം. ഇപ്പോൾ 3 വർഷമായി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു താരത്തിന്റെ ഡേറ്റിനു വേണ്ടി, അതുമല്ലെങ്കിൽ ഒരു നിർമ്മാതാവിന്റെ അടുത്തിരുന്ന് പുതിയ സിനിമയുടെ കഥ ചർച്ച ചെയ്യുന്നു ഞാൻ. സാർ, ഈ കഥയിൽ നമ്മുടെ നായകൻ നമ്മുടെ നായികയുടെ വീട്ടുകാരുമായിട്ട് ഉടക്കിയിട്ട് അവിടുന്ന്. വിജയ്, ഈ കഥ സിനിമയാക്കാൻ എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല, ഓൾറെഡി ഒരു സിനിമ എടുത്ത് പരാജയപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ. താങ്കളെ വിശ്വസിച്ച് ഞാൻ കോടികൾ മുടക്കണമെങ്കിൽ എനിക്കൊന്നുകൂടെ ആലോചിക്കേണ്ടി വരും. ഓക്കെ സർ. ശരി. ഹലോ വിജയ്, എനിക്ക് നിന്നെ കാണണം, സംസാരിക്കാനുണ്ട്, കണ്ടേ പറ്റൂ. ആ, ഞാൻ വരാം. ഈയിടെയായി നീ എന്റെ കോൾസിനും SMS-നും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല വിജയ്. അഞ്ജലി, പുതിയ സിനിമയുടെ ചർച്ചയിലായിരുന്നു. ഐ എം സോറി. ദിസ് ഇസ് ടു മച്ച് വിജയ്. കഴിഞ്ഞ 3 വർഷമായി നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ, നമ്മൾ ഒരുമിച്ചൊരു ജീവിതത്തിനായി. ഇനി എനിക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ ഒരുപാട് പ്രൊപ്പോസൽസ് വരുന്നുണ്ട്. അഞ്ജലി, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ അവസ്ഥയിൽ ഒരു മാരേജിനെ കുറിച്ച്. വിജയ്, ബി പ്രാക്ടിക്കൽ. നീ ഫിലിമിന് പുറകെ പോകാതെ ഒരു ജോലി ട്രൈ ചെയ്യേ പ്ലീസ്. അഞ്ജലി, ദിസ് ഈസ് മൈ പാഷൻ, മൈ ലൈഫ്, മൈ എവരിതിങ്. നിനക്ക് വേണ്ടി ഇതൊന്നും ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോ നിനക്ക് മാത്രമുള്ള സ്വപ്നങ്ങൾ, ഈ സ്വപ്നങ്ങളൊന്നും എനിക്കില്ലേ? ഓക്കെ, ഇനിയും നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ എനിക്കാവില്ല വിജയ്. സോ നമുക്ക് മറക്കാം. ബൈ. നീ എന്താ പുതിയ സിനിമയെ കുറിച്ചൊന്നും ആലോചിക്കാത്തെ? ആലോചിക്കണം. നീ മറ്റേ വരുൺ കൃഷ്ണനെ കാണാൻ പോയിട്ട് എന്തായി? പുള്ളി ഡേറ്റും തന്നില്ലേ? ഒന്നുമില്ലെങ്കിൽ നിന്റെ ഫസ്റ്റ് പടത്തിലെ ഹീറോ അല്ലായിരുന്നു? ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ തമ്മില്ലേ? ഉണ്ട്. തിരക്കാന്നാ പറഞ്ഞത്. 2-3 തവണ പോയി, കാണാൻ പറ്റിയില്ല. ഇപ്പൊ ശരിക്കും മാർക്കറ്റുള്ള പുള്ളിയാ വരുൺ കൃഷ്ണൻ. പുള്ളിയെ വെച്ച് ഒറ്റ പടം നീ ചെയ്താൽ മതി, പിന്നെ 1 അല്ല 10 പ്രൊഡ്യൂസർ നിന്റെ പുറകെ വരും. ആ സാരല്ലടാ, പിന്നെ എല്ലാം ശരിയാവും. നിന്റെ നെക്സ്റ്റ് പടത്തിലെ ക്യാമറ ചെയ്യുന്ന ഈ ജെയിംസ് ആയിരിക്കും.
ഒന്നുമില്ലെങ്കിൽ നിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ എന്റെ സിനിമയുടെ ശരിയാവോടാ. സോറി സാർ, വരുൺ സാർ അടുത്ത മാസം വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ വേറൊരു ഡയറക്ടറുമായി മീറ്റിംഗിലാണ്. 2-3 മാസമായി ഞാൻ അവന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് സംസാരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകൂ. സാർ ഞാനെന്ത് ചെയ്യാനാണ്? ഞാൻ വെറും ഒരു മേക്കപ്പ് മാൻ മാത്രമാണ്. ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് നീ ചെന്ന് പറ അവനോട്. ശരി, ഞാൻ പറഞ്ഞു നോക്കാം. ആക്ച്വലി ഞാൻ ജേട്ടനോട് ഡിസ്കസ് ചെയ്തപ്പോൾ ജേട്ടൻ പറഞ്ഞു ഇതുപോലെ മലയാള സിനിമയിൽ വേറെ ഒരു സ്ക്രിപ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ ബാക്കി സാറ് അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? പിന്നെ നമ്മള് കഴിഞ്ഞ സിനിമയിൽ ആ ഒരു വരുൺ ഒരു വല്ലാത്തൊരു ഇമോഷണൽ ആയിട്ട് അവള് മരിച്ചെടുക്കുന്ന ഒരു സംഗതിയില്ലേ? സെയിം. കാരണം ഇപ്പോ നമ്മൾ അവളെ ആദ്യമായിട്ട് കാണുക, ഒരുപാട് വർഷത്തിന് ശേഷം കാണുക, അപ്പൊ ഉണ്ടാവുന്ന ഒരു വല്ലാത്തൊരു ഫീലിംഗ്. ഏതായാലും ഈ ഡയലോഗ് ഒന്ന് വായിച്ചു നോക്ക്. അതിന്റെ ആവശ്യമില്ല, സാറ് ചെയ്യുമ്പോ ഇത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സാറിൽ ചെയ്യുന്നത്. പിന്നെ യെസ് കമിൻ. ഉണ്ട്. സാർ ഒരു മിനിറ്റ്. സാർ അത് എന്താടോ? വിജയ് സാർ താഴെയുണ്ട്. സാറിനെ കണ്ടിട്ടേ പോകുന്നത് പറയുന്നു. തന്നോട് ഞാൻ പറഞ്ഞില്ലേ നയത്തിലൊന്നും പറഞ്ഞ് ഒഴിവാക്കി വിടാൻ? ഞാൻ കഴിവ് നോക്കി, പക്ഷേ സാറിനെ കണ്ടിട്ടേ പോകുന്ന പറയുന്നത്. ഒന്നുമില്ലെങ്കിലും സാറിന് ആദ്യ പടത്തിലെ സംവിധായകനല്ലേ. സാറ് വിചാരിച്ചാൽ വിജയ് സാർ രക്ഷപ്പെടും. എടോ തനിക്കറിയോ, ആൾ ഫസ്റ്റ് ഫിലിമിൽ അഭിനയിച്ചു, ആ പടം പൊട്ടി. 5-8 മാസം ഞാൻ വീട്ടിലിരുന്ന് ദൈവം സഹായിച്ച് ഇപ്പൊ ഒന്ന് പച്ച പിടിച്ചു വരുന്നുള്ളൂ. ഇനി ഡേറ്റ് കൊടുത്ത് പൊട്ടാനൊന്നും ഞാനില്ല. ഒന്ന് ഒഴിവാക്കി വിടറോ. ഞാൻ എന്നവനെ കണ്ടിട്ടേ പോകൂ. സാർ പ്ലീസ് സാർ, കണ്ടിട്ടേ പോകൂ ഞാൻ. സാർ എന്നാലും എടാ നിനക്ക് ഇതൊക്കെ സിമ്പിൾ അല്ലേ? അതെ. നമസ്കാരം. ആ വിജയ്, കുറെ നാളായാലും കണ്ടിട്ട്. എവിടെയായിരുന്നു? ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ. അരവിന്ദ് സാറിനറിയില്ലേ? ഹായ്. എന്റെ കഴിഞ്ഞ 3 പടത്തിന്റെ ഹിറ്റ് മേക്കറാണ് ആള്. ഇപ്പോ ദേ അടുത്ത ഫിലിമിന്റെ വർക്കിന് വേണ്ടി ഇങ്ങനെ. ഇത് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഈ പടത്തിന്റെ. കണ്ടിട്ടുണ്ട്. ഇത് പ്രൊഡ്യൂസറാണ്. വരുൺ പ്ലീസ്. താങ്ക്സ്. സ്റ്റോറി പറയാൻ വേണ്ടി വന്നതാണ്. ഒന്ന് കേട്ടു നോക്കണം. ഞാൻ ആ സീൻ ഓർഡറിൽ പറയാം. വിജയ്, ഞാൻ കുറച്ച് തിരക്കിലാണ്. പിന്നെന്താ വെച്ചാൽ ഞാനിപ്പോ ഒന്ന് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. നമുക്ക് പിന്നെ ചെയ്യാം, 1-2 വർഷം കഴിഞ്ഞ് ചെയ്യാം. എന്നാ അപ്പൊ ശരി, ഞാനങ്ങോട്ട് ചെല്ലട്ടെ, തിരക്കല. കാണാം. എനിവേ വരണേ, മലയാള സിനിമയ്ക്ക് ഒരു 4ാമതൊരു ഹിറ്റ് എന്തേ? ഉണ്ടാവും. ഓക്കെ ഓക്കെ സാർ. ശരി. ഹലോ സംവിധായകൻ, നിങ്ങളുടെ പടത്തിന്റെ പേരെന്താന്ന് പറഞ്ഞേ? എന്താ? മേഘങ്ങൾക്കു താഴെ. ഓ, അങ്ങനെ ഒരു പടമുണ്ടോ? അങ്ങനെ ഒരു സിനിമ ചെയ്തത് കൊണ്ടാണ് സാർ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഇവനൊരു നടനുണ്ടെന്ന് 10 പേരെങ്കിലും അറിഞ്ഞത്. ഹലോ. ഓക്കെ ഓക്കെ സാർ. ഓക്കെ ഓക്കെ സാർ. ഹലോ ഹലോ. വേണ്ടായിരുന്നു. നിനക്ക് അവന്റെ ചെവിക്കലെടുത്ത് ഒരെണ്ണം കൊടുക്കാൻ മേലായിരുന്നു. നിന്റെ ആദ്യത്തെ പടത്തിന്റെ പൂജയ്ക്ക് വന്നപ്പോ എന്താ പറഞ്ഞേ? നീ അവന് ദൈവത്തെ പോലാണ്, നീയാണ് അവന് സിനിമയിൽ നിനക്ക് അവസരം നൽകിയത്. എന്നിട്ട് അവന് ഡേറ്റ് എന്ന് ചോദിച്ചപ്പോ ലോകത്ത് ആദ്യമായിട്ട് പടമെടുത്ത് പൊട്ടിയ സംവിധായകനല്ല നീ, അതിലൊരാൾ മാത്രമാണ് നീ. എടാ, ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, ഒരു യഥാർത്ഥ കലാകാരൻ തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് യഥാർത്ഥ കലാകാരനെ തിരിച്ചറിയുന്നത്. നീ വീണ്ടും സിനിമ ചെയ്യും. ഷുവർ. അവന്റെ ഡേറ്റ് കിട്ടില്ല, പോകാൻ പറയണം. കണ്ടാച്ചാലും മതി. കുഞ്ചാക്കോവനാണ് എന്റെ വിചാരം. ഗ്ലാമർ ഇല്ലാത്ത പന്നി. നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ആ, കുറച്ച് കഴിയട്ടെ. ഉറക്കം വരുന്നില്ല. നീ പോയിക്കോ. ഓക്കെ.
തുറന്നിട്ട് വിജയ് 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 എടാ വിമലെ ഒന്ന് എണീക്കടാ. എടാ വിമലെ എടാ വിജയ് കാണുന്നില്ല, ഒന്ന് വാടാ. എടാ ഒന്ന് എണീക്കടാ. ചായ കുടിച്ചില്ല. എടാ ഒന്ന് എണീറ്റടാ. എടാ വിജയ് കാണുന്നില്ലടാ. എടാ ഒന്ന് വാടാ. എടാ ഒന്ന് വാടാ. എടാ നീ ഒന്ന് അവനെ ഒന്ന് വിളിച്ചു നോക്കടാ. നീ എങ്ങോട്ടാ പോന്നേ? ബാംഗ്ലൂരിലേക്ക്. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ജോലി ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ നീ പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ, പോവാടാ. നന്നായടാ, നന്നായി. നീ എടുത്ത തീരുമാനം വളരെ വളരെ നന്നായി. ഈ തീരുമാനം നിനക്ക് നേരത്തെ എടുക്കത്തില്ലായിരുന്നു, എന്നാ അവള് പോലും നിനക്ക് നഷ്ടപ്പെടത്തില്ലായിരുന്നു. ഇപ്പൊ അവള് വരെ സന്തോഷിക്കും അവളെടുത്ത തീരുമാനം വളരെ നന്നായെന്ന്. കാരണം നിനക്കൊന്നും ആവാൻ പറ്റിയില്ലല്ലോ. തോറ്റു കൊടുക്കുക എനിക്കും നിനക്കും പറ്റും. ഇന്ന് ഈ ലോകത്ത് ജയിച്ച് തലയുറത്തിക്കാൻ വളരെ പാടാടാ. നീ പൊക്കോ. എടാ ജീവിതത്തിൽ പരാജയത്തിനും വിജയത്തിനും ഇടയ്ക്ക് ഒരു പാലമുണ്ട്. ആ പാലം കയറിയത് മാത്രമേ ജീവിതത്തിൽ വിജയിക്കത്തുള്ളൂ. പകുതി വഴി വെച്ച് നിർത്തി പോകാനായിരുന്നെങ്കിൽ എന്തിനാടാ നീ ഇത്ര നാളും കഷ്ടപ്പെട്ടത്? എന്ത് കാര്യത്തിന്? പോടാ. ഞാൻ പോകുന്നില്ലടാ. എൻ്റെ സ്വപ്നങ്ങളും ഈ സിനിമയൊന്നും വിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല. ഹലോ, ആരാണ്? ഹലോ സർ, ഞാൻ വിജയാണ്. ആര്? മേഘങ്ങൾക്ക് താഴെ പടത്തിന്റെ സംവിധായകൻ. മനസ്സിലായി. വിജയ്, ഞാനിപ്പോ കുറച്ച് തിരക്കിലാണ്. കുറച്ച് കഴിഞ്ഞ് വിളിക്കാമോ? ഓക്കെ സർ, പ്ലീസ് സർ. സർ ഒരു കഥ പറയാൻ വേണ്ടി വിളിച്ചതാണ്. സർ ഒരു 5 മിനിറ്റ് സർ. അയ്യോ പ്ലീസ് സർ, ഒരു 5 മിനിറ്റ്. വിജയ് ഒരു 5 മിനിറ്റ് കൊണ്ട് വൺലൈൻ പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ വിജയ് ഒന്ന് പറഞ്ഞു തീർക്കുക. ഓക്കെ ഓക്കെ സർ. ഓക്കെ. ഹലോ സർ. ഹലോ സർ. ഹലോ വിജയ് കൃഷ്ണൻ, ഞാൻ പ്രൊഡ്യൂസർ രവിചന്ദ്രനാണ്. എന്താ സർ? വിജയ് നാളെ മോർണിംഗ് സ്ക്രിപ്റ്റുമായിട്ട് നോർത്ത് ഗ്രാൻഡിലേക്ക് വാ, നമുക്കൊന്നിരിക്കാം. ഓക്കെ വരാം സർ. താങ്ക് യു സർ. ഓക്കെ പോയി വാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. പ്രൊഡ്യൂസർ രവിചന്ദ്രൻ സാറിന്റെ റൂം.
അതെ മേരെ 205. താങ്ക്സ്. Come in. ആ വിജയ് ഇരിക്കി. ഇദ്ദേഹത്തെ അറിയാലോ അല്ലേ? മലയാളത്തിന്റെ അടുത്ത സൂപ്പർ സ്റ്റാർ. വിജയുടെ കഥ ഞാൻ കേട്ടു. ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കാന്ന് കരുതി. സ്ക്രിപ്റ്റ് റെഡിയാണല്ലോ അല്ലേ? റെഡിയാണ് സർ. ഓക്കെ, നമുക്കിത് ചെയ്യാം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഇതൊരു അഡ്വാൻസ് ആയി കരുതിയാൽ മതി. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ സർ. എന്താ സന്തോഷമായില്ലേ? ഓൾ ദ ബെസ്റ്റ്. കാര്യം എന്തായി? എന്റെ അടുത്ത സിനിമയ്ക്ക് നീയാടാ ക്യാമറാമാൻ. ഓക്കെ ടേക്ക് പോവാ. ജെയിംസ് റെഡിയല്ലേ? റെഡി. ഓക്കെ, ആക്ഷൻ. ഈയിടെ നീ എന്റെ കോൾസും SMS ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. വാട്ട് ഹാപ്പൻ ടു യു വിനയ്? ദിവ്യ, ഞാനൊരു പടത്തിന്റെ ഡിസ്കഷനിലായിരുന്നു. ഐ എം റിയലി സോറി. നീ എപ്പോഴും ഫിലിമിനെ പറ്റിയേ ചിന്തിക്കാറുള്ളൂ. എന്നെ പറ്റി ആലോചിക്കാറുണ്ടോ? അറ്റ്ലീസ്റ്റ് നമ്മുടെ ജീവിതത്തെ പറ്റിയെങ്കിലും. ദിവ്യ, എപ്പോഴും നിന്നെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ? 3 വർഷമായി ഞാൻ നിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇപ്പൊ തന്നെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ റിലേഷനെ പറ്റി. എനിക്ക് വേറെ പ്രൊപ്പോസൽസ് ഒക്കെ വരുന്നുണ്ട്. ഇനി എനിക്ക് പറഞ്ഞു കേൾക്കാൻ പറ്റില്ല. മനസ്സിലാക്ക്. ബി പ്രാക്ടിക്കൽ. ഇതെല്ലാം വിട്ടിട്ട് ഒരു ജോബിന് ട്രൈ ചെയ്യ്. ദിവ്യ, ദിസ് ഇസ് മൈ ഡ്രീം, മൈ പാഷൻ, മൈ ലൈഫ്. ഇതെന്റെ സ്വപ്നമാണ്. നിനക്ക് വേണ്ടി ഇതൊക്കെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. ഓക്കെയാണ് സാർ. ഓക്കെ ബ്രേക്ക്. ഇന്നെൻ്റെ രണ്ടാമത്തെ ചിത്രം റിലീസാണ്. ഒരുപാട് പ്രതീക്ഷകളുമായി ഒരിക്കൽ കൂടി. ഇന്ന് എൻ്റെ ദിവസമാണ്. എല്ലാ തോൽവികൾക്കും മേലെ ഒരു വിജയമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസം. ഈ വിജയത്തിന് ഞാൻ നന്ദി പറയുന്നത് ഇവർക്കാണ്. ഒരു സിനിമയുടെ വിജയത്തിനും പരാജയത്തിനും കാരണമാകുന്ന ഇവരെ പോലുള്ള സിനിമാ പ്രേക്ഷകർക്ക്. ഹലോ, ഞാൻ തിരക്കിലാണ്, പിന്നെ വിളിക്കാം. ആരാ? സൂര്യ സാറ് വിളിച്ചാ. നാളെ സൂര്യ സാറിന്റെ പടത്തിന്റെ റിലീസല്ലേ, അപ്പൊ അത് പറയാൻ വേണ്ടി വിളിച്ചാ. പടം ഹിറ്റാവുന്നുള്ളൊരു വലിയൊരു വിശ്വാസമുണ്ട്. വരുൺ, നിന്റെ ആ പഴയ ഡയറക്ടർ അല്ലേ വിജയകൃഷ്ണൻ, ആളുടെ പുതിയ പടം വൻ ഹിറ്റാണ്. നിന്റെ 2 പടം ഫ്ലോപ്പല്ലേ? നിനക്കൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? വിളിക്കണോ? വെറുതെ ഒന്ന് വിളിച്ചു നോക്കണോ? പഴയ ആളല്ലേ, വിളിക്കാല്ലേ? വിളിച്ചു നോക്ക്. ഗുഡ് ഈവനിങ് വ്യൂവേഴ്സ്, മീറ്റ് ദ സ്റ്റാർ എന്ന ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് തിയേറ്ററുകളിൽ വൻ വിജയമായി തീർന്ന സംവിധായകൻ എന്ന സിനിമയുടെ സംവിധായകനായ ശ്രീ വിജയ് കൃഷ്ണയാണ്. പ്ലീസ് വെൽക്കം യു സർ. 1 minute. പ്ലീസ് കട്ട് ഇറ്റ്.
ഹലോ, ആരാ? മനസ്സിലായില്ല. സർ, ഞാൻ ആക്ടർ വരുൺ കൃഷ്ണയാണ്. ഹൗ ആർ യു വരുൺ? ഫൈൻ സർ. സർ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചത് സാറിൻ്റെ പുതിയ പടം ഹിറ്റാണെന്നറിഞ്ഞു. ഒരു കൺഗ്രാറ്റ്സ് പറയാൻ വേണ്ടി വിളിച്ചതാണ്. മാത്രല്ല ഇപ്പോൾ എനിക്ക് ഡേറ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു പടം ചെയ്യാം സർ. സാറിന് താല്പര്യമുണ്ടെങ്കിൽ. വരുൺ, ഞാനിപ്പോൾ ഈ പടത്തിന്റെ പ്രൊമോഷൻ വർക്കിലാണ്. ഇതിനുശേഷം ഇതിന്റെ തമിഴ് ഹിന്ദി റീമേക്ക്, അതിനുശേഷം മലയാളത്തിൽ 3-4 പ്രൊജക്ട്സ്, അതിനുശേഷം ഒരു 5 വർഷം കഴിഞ്ഞ് നിന്നെ വെച്ചൊരു സിനിമ ചെയ്യാം. അന്ന് നീ ഇൻഡസ്ട്രിയിൽ മാർക്കറ്റുള്ള ഒരു താരമായിട്ട് ഉണ്ടെങ്കിൽ ഓക്കെ.